ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അവിടെ പോയിട്ടൊരു കുഞ്ഞ് ബേബി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരു കസിൻ്റെ. അപ്പം നമുക്ക് അവനെ കാണാനായിട്ട് ഇന്ന് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായിട്ട് കുറച്ച് സൺസ്ക്രീൻ ഇട്ടു കേട്ടോ. പുറത്ത് മഴയാണെങ്കിലും അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഇടയ്ക്ക് വരാറുള്ളതുകൊണ്ട് കുറച്ച് സൺസ്ക്രീൻ ഇട്ടു. എന്നിട്ട് കുറച്ച് മോയ്സ്ചറൈസറും ഇട്ടു കേട്ടോ. നന്നായിട്ട് എന്നിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായതുകൊണ്ട് ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാടില്ലാത്ത രീതിയിലുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങി പുറത്ത് പോകാനായിട്ടൊക്കെ പറ്റുന്ന ചെറിയൊരു മേക്കപ്പ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫൗണ്ടേഷനും ഇട്ട് കൊടുത്തു. കുറച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല കേട്ടോ. കാരണം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സീനായി പോകും. അതുകൊണ്ട് കുറച്ച് ഫൗണ്ടേഷൻ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടു. എന്നിട്ട് കുറച്ച് കോമ്പാക്ട് പൗഡർ കൂടി ഇട്ട് നന്നായിട്ട് ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഏതെങ്കിലും നമ്മുടെ എന്താ പറയുക ലൈറ്റായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഐ ഷാഡോ എടുത്തിട്ട് അതുകൂടി ചെറിയ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐ ഷാഡോ ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ കണ്ണിൽ എഴുതാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ കണ്ണിൽ മുകളിൽ ആദ്യം എഴുതുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഒരു ഐലൈനർ എടുത്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് കണ്ണിൽ രണ്ട് സ്ഥലവും അങ്ങനെ അപ്ലൈ ചെയ്തൊന്ന് ചെറിയ രീതിയിലൊന്ന് ആക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഐലൈനർ എഴുതാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ഇച്ചിരി ഒരു കണ്ണ് നല്ലതായിട്ട് എടുത്തിട്ടിരിക്കുന്നുള്ളൊരു ചെറിയ ലുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ ബ്രഷ് വെച്ച് തന്നെ ഇതുപോലെ അങ്ങനെ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേറൊരു ലുക്കായിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ ഇതുപോലെ ഐലൈനർ വെച്ച് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ മുകളിൽ ചെറിയൊരു ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ പുരിക അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഴുതുന്നില്ല, അത്യാവശ്യം കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പുരിയൊന്നും റെഡി ചെയ്തില്ലല്ലോ അങ്ങനെ ഒന്ന് തോന്നിക്കാനായിട്ട് ചെറിയ ലൈൻ ഇട്ടിട്ടാണ് കേട്ടോ എഴുതുന്നത്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടി ഇടുന്നുണ്ട്. അത് വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ചെറിയൊരു പൊട്ടുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രസ്സ് ഒരു ജീൻസ് ഒരു ചെറിയ ടോപ്പ് ഇടാമെന്ന് വിചാരിക്കുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് അതാകും കൂടുതൽ നല്ലതെന്ന് വിചാരിക്കുന്നു. മേക്കപ്പ് മുഴുവൻ ഇട്ടതിന് ശേഷം കേട്ടോ മസ്കാരയുടെ കാര്യം ഓർത്തത്. അപ്പോൾ മസ്കാര നമ്മൾ ലാസ്റ്റ് ഇടുന്നത് അതായിരിക്കും ഒരു പക്ഷേ നല്ലത്. നമ്മുടെ ഐലൈനറൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇടുകയെന്നുണ്ടെങ്കിൽ കണ്ണിൽ പടരാതിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഗോൾഡ് ആയതുകൊണ്ട് സൗണ്ടൊന്നും കിട്ടുന്നില്ല. അപ്പം ചെറിയ രീതിയിലൊന്ന് ഐ ഷാഡോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വളരെ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം വെള്ളമൊക്കെ നമ്മുടെ മുഖത്ത് കുറച്ച് മഴയത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആവാതിരിക്കുക, വളരെ ലൈറ്റ് ആയിടുന്നുള്ളൂ. പിന്നെ ഈ ഒരു ടോപ്പും ബ്ലാക്ക് പാൻറ്റും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ നെറ്റിൻ്റെ ചെറിയൊരു കൈയൊക്കെ ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു ടോപ്പ് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പും വാച്ചും പിന്നെ ഒരു കൈ